ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ ഒരു പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് എല്ലാവർക്കും ഒരു ഈസ്റ്റർ ദിന ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. എന്തായാലും വളരെ ഒരു മനോഹരമാകുന്ന ഒരാഴ്ചയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അടുത്ത ആഴ്ചയിലും നമുക്ക് വളരെ പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷം പകരുന്ന ഒരു എപ്പിസോഡുമായിട്ടാണ് ഗൗതമിൻ്റെയും അളകനന്ദയുടെയും പിങ്കിയുടെയും കഥ വരുന്നത്. നമ്മൾ പ്രേക്ഷകർക്കൊക്കെ നമുക്ക് ഒരുപാട് കാത്തിരുന്നത് ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഒരു ക്ലൈമാക്സിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഗൗതം ചില സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തകർന്നു പോവുകയും നന്ദയ്ക്ക് അത് വലിയ തിരിച്ചടിയാകുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് എന്തായാലും അടുത്ത ആഴ്ച മുതൽ, തിങ്കളാഴ്ച മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സത്യം കേട്ട് ഗൗതം ഞെട്ടിപ്പോകുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് പ്രമോശത്തിലൂടെ കാണുന്നുണ്ട്. അതിന് ഈ സത്യം മനസ്സിലാക്കി കൊടുക്കുവാൻ നിർമ്മൽ എന്ന വ്യക്തി മുൻകൈയെടുക്കുന്നതൊക്കെ നമുക്ക് രസകരമായി കാണാൻ കഴിയുന്നു. അങ്ങനെ അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണുന്നത് രസകരമാകുന്ന ഒരു നിമിഷങ്ങൾ, ഒരു നല്ല നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. എന്തായാലും ഈ ആഴ്ച അവസാന എപ്പിസോഡിൽ നന്ദയ്ക്കിട്ട് ഒരു ചെറിയ തട്ട് കൊടുത്തിട്ടാണ് ഗൗതം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. കാരണം തൻ്റെ മോനായ നന്ദുവിന് ഈ അവസ്ഥയിൽ ഈ ഒരു അവാർഡ് മേടിക്കുവാൻ, അംഗീകാരം മേടിക്കുവാൻ കാരണക്കാരി അത് തൻ്റെ ഭാര്യയായ പ്രിയമതയാണ് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ വെച്ച് നന്ദേനെ അവഹേളിച്ചുകൊണ്ട്, നന്ദയുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് പ്രിയമത എന്ന പിങ്കിയെ ഉയർത്തിക്കാട്ടുന്ന ചില രസകരമാകുന്ന അല്ലെങ്കിൽ ചില നിമിഷങ്ങൾ കാണാം. ഇത് കണ്ട് ആദ്യമൊന്ന് ചങ്ക് തകർന്നു പോയ നന്ദ അതൊരു കൂസലാക്കുന്നില്ല. ഇനി അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഗൗതം തന്നെ വേദനിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ് സംസാരിച്ചത് എന്ന് നന്ദയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ ഒട്ടും വേദന ഉണ്ടാകാത്ത മനസ്സോടു കൂടിയിരിക്കുന്ന, മുഖഭാവത്തോടു കൂടിയിരിക്കുന്ന നന്ദനെ നമുക്ക് കാണാം. അതിനുശേഷം നന്ദുവിന് അവാർഡുകളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഗൗരിക്ക് അവാർഡ് കൊടുക്കുവാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ തന്നെ വളരെ പക്വതയാർന്ന നമ്മുടെ ഗൗരി അല്ലെങ്കിൽ തൻ്റെ അമ്മയെപ്പോലെ തന്നെ എല്ലാം ഒരു ഉഷാറായി കണ്ട് സ്റ്റേജിൽ ചെല്ലുകയും അങ്ങനെ അവാർഡ് സ്വീകരിച്ച് മൈക്കിലൂടെ നന്ദി പ്രകടനം നടത്തുമ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ച് ഗൗരി ആവർത്തിച്ച്, അല്ലെങ്കിൽ അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ആ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരുടെയും കണ്ണ് നിറയുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാം. കാരണം തനിക്ക് അച്ഛനില്ലെന്നും തന്നെ വളർത്തിയ ഇത്രത്തോളം ആക്കിയതും തൻ്റെ അമ്മ മാത്രമാണ് എന്ന ഗൗരിയുടെ തുറന്നു പറച്ചിൽ ഗൗതമിനെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാൻ ഇടയാകുകയാണ്. കാരണം ഇത്രയും നാള് ഗൗതം ചിന്തിച്ചിരുന്നത് നിർമ്മലാണ് ഗൗരിയുടെ അച്ഛൻ എന്നതാണ് തെറ്റിദ്ധാരണ കൊണ്ട് ചിന്തിച്ചിരുന്നത്. എന്നാൽ ആ സ്റ്റേജിൽ വെച്ച് തനിക്ക് ഒരച്ഛനില്ലെന്നും തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നും അമ്മയാണ് തന്നെ ഈ രീതിയിൽ എത്തിച്ചതെന്നും തന്നെ ഈ വളർത്തിയതും എന്നൊക്കെ പറയുമ്പോൾ ഗൗതമിനും എന്തോ സംശയം മനസ്സിൽ തോന്നുകയാണ്. ഈ കുട്ടി എന്താണ് പറയുന്നത്? തനിക്ക് അച്ഛനില്ലെന്നോ? എന്താണ് ഈ ഗൗരി പറയുന്നത്? അപ്പോൾ നിർമ്മൽ ആരാണ് എന്നൊക്കെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകുകയാണ്. ഇപ്പം പിങ്കിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ആ സ്റ്റേജിൽ വെച്ച് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ ഗൗരി തൻ്റെ അമ്മയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ അമ്മയുടെ ത്യാഗത്തെയൊക്കെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അംഗീകരിച്ചുകൊണ്ട് അത് കേട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നന്ദേനെയൊക്കെ കാണാം. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ നിർമ്മലിനോട് നന്ദ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നിർമ്മൽ നമ്മുടെ ഈ വീട്ടിലേക്ക് വരരുത്, കാരണം പല രീതിയിലുള്ള അപവാദങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം നിർമ്മലും ഞാനും തമ്മിൽ അഭിഹിതമുണ്ടെന്നും ഗൗരി നിർമ്മലിൻ്റെ കുട്ടിയാണെന്നും പലരും ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ അത് ശരിയാവില്ല, ഒരു കാരണവശാലും ശരിയാവില്ല. അതുകൊണ്ട് ഇനി നിർമ്മൽ ഇങ്ങോട്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ ഈ വാർത്തകൾ ഗൗരിയുടെ കാതിൽ കേൾക്കുകയും അത് ഗൗരിക്ക് വളരെ വിഷമം ഉണ്ടാക്കും. അവളുടെ ജീവിതത്തെ പോലും പലപ്പോഴും അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് നിർമ്മൽ ഒരു കാരണവശാലും ഇനി ഇങ്ങോട്ട് വരരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്തോളാം. അതുകൊണ്ട് നിർമ്മലിൻ്റെ സഹായമൊക്കെ ഒരുപാട് ഞങ്ങൾക്കുണ്ടായി. ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി നിർമ്മലിനെ തൻ്റെ വീട്ടിൽ നിന്ന് വിലക്കുകയും അങ്ങനെ നന്ദയും ഗൗരിയും തമ്മിൽ മാത്രമുള്ള ഒരു ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടുവാൻ നന്ദ ശ്രമിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ നിർമ്മൽ അവിടെ നിന്ന് പോന്നപ്പോൾ മുതൽ നിർമ്മലിൻ്റെ മനസ്സിൽ എന്തോ ഒരു വേദന ഉണ്ടാകുകയാണ്, ഒരു കുറ്റബോധം ഉണ്ടാകുകയാണ്. കാരണം താൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നിർമ്മൽ വന്നത്. കാരണം തൻ്റെ അച്ഛൻ ആരാണ് എന്ന് തനിക്ക് അറിയാമായിട്ട് പോലും അച്ഛൻ്റെ മുൻപിൽ ചെന്ന് കരയുവാനോ അച്ഛൻ്റെ മുന്നിൽ കെട്ടിപ്പിടിക്കുവാനോ അച്ഛൻ്റെ സ്നേഹം തിരിച്ചറിയുവാനോ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു നിർമ്മൽ. അതുകൊണ്ട് തന്നെ ഒരു അച്ഛനില്ലാത്ത കുട്ടിയുടെ വേദന നിർമ്മലിന് നല്ലപോലെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം
ഗൗരിയുടെ ജീവിതത്തെ ഓർത്ത്, ഗൗരിയെ ഓർത്ത് നിർമ്മലിന് ഒരുപാട് വേദന ഉണ്ടാകുകയും നന്ദയുടെ ഈ എടുത്തു ചാടിയുള്ള ഓരോ പ്രവൃത്തിയും നിർമ്മൽ എതിർക്കുവാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അങ്ങ് ഏശാതെ വരുന്നതൊക്കെ നിർമ്മലിന് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നന്ദ ഈ കാട്ടിക്കൂട്ടുന്നത് തൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഭാവി വെച്ചാണ് എന്ന് നിർമ്മലിന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നിർമ്മൽ ഈ സത്യം വെളിപ്പെടുത്തണം. ഗൗരിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഗൗരിക്ക് ഒരു നല്ലൊരു അച്ഛനുണ്ടെന്നും അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് നിർമ്മൽ തീരുമാനിക്കുക. അങ്ങനെ നിർമ്മൽ ഗൗതമിനെ കാണുവാൻ തീരുമാനിക്കുക, ഗൗതമിനോട് ഈ സത്യം തുറന്നു പറയാൻ തീരുമാനിക്കുക. അപ്പോൾ പല പ്രാവശ്യവും ഗൗതം നിർമ്മലിനോട് നന്ദയും നീയും തമ്മിൽ എന്താടാ ബന്ധമെന്ന് ചോദിച്ചപ്പോൾ ഗൗതമിനെ ആട്ടി ഓടിച്ച നിർമ്മലിനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ നിർമ്മൽ ഗൗതമിനെ വിളിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഗൗതം ആദ്യമൊന്ന് എതിർക്കുന്നുണ്ടെങ്കിലും അത് നിർമ്മൽ എതിർക്കുന്ന സമയം നിർമ്മൽ പറയുന്നുണ്ട്, ഈ സത്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ, പല സത്യങ്ങളും എനിക്ക് തുറന്നു പറയാറുണ്ട്, അത് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വേദനയ്ക്ക് കാരണമായി വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ നാളെ ആരും പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് കേൾക്കേണ്ട കാര്യം കേൾക്കേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾ വേദനയോടുകൂടി ഒരു ദിവസം ചിന്തിക്കേണ്ടി വരുമെന്നൊക്കെ നിർമ്മൽ പറയുമ്പോൾ ഗൗതമന് മനസ്സിലായി നിർമ്മൽ എന്തോ പറയുവാനുണ്ട്, സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യം പറയുവാനുണ്ടെന്നും. അങ്ങനെ നിർമ്മലിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ഗൗതം കൂട്ടാക്കുകയും അങ്ങനെ പരസ്പരം ഗൗതമും നിർമ്മലും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നന്ദയെക്കുറിച്ച് കാര്യങ്ങൾ നിർമ്മലെടുത്തിടുമ്പോൾ എനിക്ക് അവളെക്കുറിച്ചൊരു കാര്യം അറിയണ്ട എന്ന് പറഞ്ഞ് ഗൗതം പിന്തിരിയുവാൻ ശ്രമിക്കുമ്പോഴാണ് നിർമ്മല പറയുന്നത്, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ മാത്രമാണ് ഈ സത്യം അറിയേണ്ടത്, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ട കാര്യമാണ് എന്ന് പറയുമ്പോൾ ഗൗതം ആ നിർമ്മലിൻ്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ നിർമ്മലിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് നിർമ്മൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ, ഒരിക്കൽ കൈക്കുഞ്ഞുമായിട്ട് നന്ദേനെ ഈ ഇന്ദീവരം വന്ന വലിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗതം ഒന്ന് പഴയ കാര്യത്തെക്കുറിച്ചൊന്ന് ഓർക്കുകയാണോ, നമ്മുടെ നന്ദേനെ ഇറക്കി വിടുകയും വായ്യൊക്കെ വലിച്ചെറിയുകയും ചെയ്യുന്നൊരു ഭാഗം ഓർക്കുകയാണ്. അന്ന് നിങ്ങളുടെ കുഞ്ഞിനെയുമായിട്ടാണ് അവൾ ആ പടിയിറങ്ങിയത്. പടിയിറങ്ങുമ്പോഴും നന്ദയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ കുഞ്ഞിനെ വളർത്തുവാൻ കഴിയും എന്നൊരു ഒരു വിശ്വാസം, ഒരു ധൈര്യമുണ്ടായിരുന്നുകൊണ്ടാണ് നന്ദ നിങ്ങളുടെ കുഞ്ഞിനെയുമായിട്ട് ആ പടി ഇറങ്ങിയത്. പക്ഷേങ്കിൽ അത് അധികം ദൂരം പോകുവാൻ കഴിഞ്ഞില്ല. ആ ബസ് അപകടം വലിയൊരു നാശത്തിലേക്കും വലിയൊരു കണ്ണുനീരിലേക്കുമാണ് പോയത്. എന്നാൽ ആ യാത്രയിൽ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ അപകടമുണ്ടായതിൽ നന്ദ മാത്രമാണ് രക്ഷപ്പെട്ടത്. തൻ്റെ കൈക്കുഞ്ഞും മരണപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ അതിനുശേഷം അപകടത്തിൽപ്പെട്ട നന്ദനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നന്ദ ഗർഭിണിയായിരുന്നു എന്ന കാര്യം നിങ്ങൾ അന്വേഷിച്ചിരുന്നോ, അല്ലെങ്കിൽ നന്ദ പിന്നീട് നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? നന്ദയ്ക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടായത്, ഗൗരി ആരാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചായിരുന്നോ എന്നൊക്കെ ഗൗതമനോട് മറുചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിലാണ് പറയുന്നത്, നന്ദ നിങ്ങൾ പടിയിറക്കി വിടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നു കഴിഞ്ഞിരുന്നു, ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ കുഞ്ഞാണ് ഇപ്പോൾ നന്ദയുടെ കൂടെയുള്ള ഗൗരി എന്ന സത്യം നിർമ്മൽ ഗൗതമിൻ്റെ മുഖത്ത് നോക്കി പറയുക. ഇത് കേട്ടപ്പോൾ ഗൗതം ഞെട്ടിപ്പോയാണോ. കാരണം ഗൗരി നിർമ്മലിൻ്റെയും നമ്മുടെ നന്ദയുടെയും അഭിഹിത ബന്ധത്തിലുള്ള കുഞ്ഞാണ് എന്നാണ് ഇതുവരെയും ഗൗതം കരുതിയിരുന്നത്. അങ്ങനെ നിർമ്മൽ ആ സത്യം ഗൗതമിനോട് പറയുകയാണ്. നിങ്ങൾ അന്ന് അവിടുന്ന് അടിച്ചിറക്കുമ്പോൾ നന്ദ ഡോക്ടർമാർ പോലും വിധിയെഴുതിയ അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് വിധിയെഴുതിയ സമയത്ത് ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ നന്ദയുടെ വയറ്റിൽ വളർത്തുകയായിരുന്നു എന്ന സത്യം നിർമ്മൽ ഗൗതമിനോട് പറയുമ്പോൾ തകർന്നു പോവുകയാണ് നമ്മുടെ ഗൗതമോട്ട്. കാരണം ഒന്നും അറിയാതെ ഒന്നും കേൾക്കാതെ ആ അടിച്ചിറക്കിയ നന്ദനെ തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ജനിച്ചിരുന്നു എന്ന സത്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ ഏതൊരു പുരുഷനും ഒരു ഭർത്താവും തകർന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഗൗതം പിന്നെ അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. നന്ദയെ കാണുവാൻ, ഗൗരിയെ തൻ്റെ കുഞ്ഞിനെ കാണുവാൻ വെപ്രാളം കൂട്ടുകയാണ്. അങ്ങനെ ഓടിച്ചെന്ന് തന്നെ നന്ദയും ഗൗരിയുമുള്ള വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഗൗരിയും നന്ദയും അവിടുന്ന് പോയി എന്ന സത്യം മനസ്സിലാക്കുന്നത്.
അങ്ങനെ പിന്നെ അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഗൗതം പെട്ടെന്ന് അടുത്ത നന്ദ ഏത് വണ്ടിയിലാണ് പോയതെന്നൊക്കെ മനസ്സിലാക്കി പെട്ടെന്ന് അത് ട്രാപ്പ് ചെയ്യുകയും നന്ദയുടെ അടുക്കൽ ചെന്ന് ഗൗരിയെ ചാടി എടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇത് കണ്ടപ്പം നന്ദയ്ക്കും എന്തോ പോലെ തോന്നുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ആ ബസ്സിൽ വെച്ച് തന്നെ ഗൗരീനെ എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഗൗതമിൻ്റെ പുറകെ നന്ദ ഇറങ്ങുകയും അങ്ങനെ അവിടെ വെച്ച് ഒരു വലിയൊരു വാക്ക് തർക്കമുണ്ടാകുകയും ചെയ്യുകയാണ്. അങ്ങനെ ഗൗതം സത്യങ്ങൾ മനസ്സിലാക്കിയെന്ന് നന്ദ മനസ്സിലാക്കിയപ്പോൾ നന്ദ ഒരു കാരണവശാലും തൻ്റെ കുട്ടിയെ തന്നുവിടില്ല, നിങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞ് ഗൗതമുമായിട്ട് വാക്ക് തർക്കമുണ്ടാകുകയും എന്നാൽ ആ വാക്ക് തർക്കങ്ങളൊന്നും നന്ദയ്ക്ക് വാക്ക് തർക്കത്തിനിടയിൽ ഒന്നും ഗൗരിയെ അല്ലെങ്കിൽ ഗൗരിയെ കൊടുക്കാതിരിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോലീസിൻ്റെ അഹമ്പടിയോടുകൂടി ഗൗതം തൻ്റെ കുഞ്ഞായ ഗൗരിയുമായിട്ട് ഇന്ദീവരത്തെത്തുകയാണ്. എത്തുമ്പോഴാണ് വമ്പൻ ടെസ്റ്റുകൾ നടക്കുന്ന സത്യങ്ങൾ എല്ലാവരും അറിയുകയാണ്. ഗൗരി തൻ്റെ കുഞ്ഞായിരുന്നുവെന്നും നന്ദ ഈ പടിയിട്ടിറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു എന്ന സത്യം ഇന്ദീവരംകാട് അറിയുമ്പോൾ, പിങ്കി അറിയുമ്പോൾ തകർന്നു പോവുകയും അമ്പരപ്പുണ്ടാകുകയും ചെയ്യുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നന്ദനെ പിങ്കി ഇത് കേട്ട് തകർന്നു പോയി കേട്ടോ. തന്നെ ഇപ്പോൾ അല്പം മെച്ചപ്പെട്ടു വരുവാണ്. ഗൗതം മൊത്ത് ഒരു വലിയൊരു കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടി കാത്തിരുന്ന ഗൗതമിൻ്റെ ആ പിങ്കിയുടെ ആഗ്രഹങ്ങളൊക്കെ വീണ്ടും തകർന്നു വീഴുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. അങ്ങനെ സഹിക്കുവാൻ വയ്യാതെ പിങ്കി പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ചെന്ന് ആശ്വസിപ്പിക്കുകയും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലെങ്കിലും വലിയൊരു ആശ്വാസവാക്കുകൾ കൊണ്ടൊക്കെ പിങ്കിയെ ചേർത്ത് നിർത്തുന്നത് കാണാം. അതിനുശേഷം ഈ ഗൗരിയുമായിട്ട് പോയ ഗൗതമിനെ പിന്തുടർന്ന് നമ്മുടെ നന്ദ പോലീസുമായി എത്തുകയും എൻ്റെ മോളെ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് ഗൗതമെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന നന്ദിയുടെ ഗൂഢതന്ത്രങ്ങളൊക്കെ കാണാം. തൻ്റെ കുഞ്ഞിന് വേണ്ടി ഗൗതമിനെ കള്ളനാക്കുകയും ഒരു പിള്ളാരപ്പിടുത്തക്കാരനാക്കുകയൊക്കെ ചെയ്യുക. ഇതിനൊടുവിൽ ഗൗതം ആ സത്യം പോലീസുകാരോട് പറയുകയാണ്, ഇവൾ എൻ്റെ കുഞ്ഞാണ്, ഗൗരി എൻ്റെ കുഞ്ഞാണ്. എൻ്റെ കുഞ്ഞിനെ ഇത്രയും കാലം മറച്ചു വെച്ച് അല്ലെങ്കിൽ ഒളിപ്പിച്ച് നടത്തി ഞങ്ങളെ പറ്റിച്ച നന്ദയെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഗൗതം പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ പോലീസുകാരും സത്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെ സത്യം മനസ്സിലാക്കിയപ്പോൾ നന്ദ ഇത്രയും കാലം ഗൗരിയെ തൻ്റെ സ്വന്തം അച്ഛനിൽ നിന്ന് മറച്ചു നിർത്തി സത്യങ്ങൾ മറച്ചു വെച്ചതിന് ഒരു വലിയൊരു കുറ്റം ആരോപിക്കപ്പെടുകയും അങ്ങനെ ആ കുറ്റത്തിന് നന്ദ കീഴടങ്ങേണ്ടി വരികയും ചെയ്യുകയാണ്. അങ്ങനെ നന്ദ അറസ്റ്റിലാവുകയും പോലീസ് സ്റ്റേഷനിൽ അടയ്ക്കപ്പെടുകയും അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് എന്ന് പറയുന്നത്. എന്തായാലും രസകരമാകുന്ന ഒരു നിമിഷത്തിലൂടെ പോകുന്നു. ഒടുവിൽ പിങ്കിക്ക് ഗൗതമിനെ നഷ്ടമാകുന്നു, നന്ദയ്ക്ക് ഗൗരിയെ നഷ്ടമാകുന്നു, ഗൗതമിന് തൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടിനെയും സ്വന്തമാക്കി കിട്ടുന്നു. ഒടുവിൽ നന്ദ ജയിലിലേക്ക് പോകുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും ട്വിസ്റ്റുകളിലൂടെയാണ് എപ്പിസോഡ് പോകുന്നത്. വീണ്ടും ഓരോ ദിവസത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.